വീണു. എന്നാൽ ഈ പാറപ്പുറത്ത് വീണ വിത്തിന്റെ അവസ്ഥ പോലെയാകുന്നു ഈ ഹൃദയം കാഠിന്യതപ്പെട്ടിരിക്കുന്ന അവരുടെ ഹൃദയത്തിൽ വീഴുന്ന വചനത്തിന്റെ ഒരു സാഹചര്യം. ഹല്ലേലൂയ. എത്ര തന്നെ വചനം കേട്ടാലും അതിൽ ആഴത്തിൽ വേരിറങ്ങി ചെല്ലുവാൻ വഹിയാതെ വരികയാൽ അത് പാറ പോലെ കഠിനപ്പെട്ടിരിക്കുന്നത് കാരണം അല്ല ആ വചനം അവർ സ്വീകരിക്കുകയോ അവരുടെ ജീവിതത്തിൽ മാറ്റം കാണുകയോ ചെയ്യുന്നില്ല. എന്നാൽ അതിന് നാം എന്ത് ചെയ്യണം? ഇന്ന് രാത്രികാലം ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഇതുപോലെ കഠിനപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ? നിങ്ങളുടെ കണ്ണുകൊണ്ട് ചിലത് കണ്ടിട്ടും ചെവി കൊണ്ട് ചിലത് കേട്ടിട്ടും ഹൃദയം കൊണ്ട് ചിലത് അറിഞ്ഞിട്ടും ജീവിതങ്ങൾ ചിലത് അനുഭവിച്ചിട്ടും അല്ലെങ്കിൽ പലതും ഗ്രഹിക്കുവാൻ പറ്റാതെ എന്നും നിങ്ങൾ ജീവിച്ചു വരുന്ന അതേ സാഹചര്യത്തിലാണോ ജീവിച്ചു വരുന്നത്? എന്നാൽ ഇന്ന് രാത്രികാലം കർത്താവ് പറയുന്നു, നിങ്ങൾക്കൊരു മനം തിരിവ് ഏറെ ആവശ്യമാ. നിങ്ങളെ സാത്താനവൻ കുരുടാക്കിയിരിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ ഹൃദയങ്ങളെ തടുപ്പിച്ചിരിക്കുന്ന അവസ്ഥ ഇന്ന് രാത്രികാലം മാറി അത് ഒരു മാംസമായ ഹൃദയമായി മാറണം. അതിന് ഒരുവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ, സർവശക്തനായ യേശു കർത്താവിനെ പറ്റി യെഹെസ്കേൽ എഴുതിയ പ്രവചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരും. കല്ലായുള്ള നിന്റെ ഹൃദയം നിന്റെ ശരീരത്തിൽ നിന്നും മാറ്റി മാംസമായ ഒരു ഹൃദയം തരും. ഈ മാംസമായ ഹൃദയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് പോലെ കാണുവാന്, നിങ്ങൾ കേൾക്കുന്നത് പോലെ കേൾക്കുവാന്, നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഗ്രഹിക്കുവാന്, അത് നിങ്ങളെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാനും ഇടയായി തീരും. അല്ല, ഇന്ന് ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. നിങ്ങളുടെ ഹൃദയം ഇതുപോലെ കാഠിന്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ? അല്ല, നിങ്ങളുടെ കണ്ണ് പലതും കണ്ടിട്ടും കുരുടായിരിക്കുന്ന അവസ്ഥയാണോ? അല്ല, ഇന്ന് രാത്രികാലം അത് എന്നെ വിട്ട് മാറണം. എൻ്റെ ഹൃദയ കാഠിന്യതകൾ മാറണം. പുറത്ത് വീണ വിത്ത് പോലെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും വചനം കേൾക്കുന്നതാ, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നതാ, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് നിങ്ങൾ പറയുന്ന വ്യക്തി ജീവിതങ്ങളാണോ? ഇന്നൊരു രൂപാന്തരം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ എനിക്ക് ആ മാംസമായ ഒരു ഹൃദയം തരയണമേ എന്ന് കർത്താവിനോട് നിങ്ങൾ ഹൃദയപൂർവ്വം ചോദിക്കുമെങ്കിൽ സാത്താനായവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കാഠിന്യതപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ കാഠിന്യതകളെയും ഇന്ന് കർത്താവ് തുടച്ചു മാറ്റി ഒരു മാംസമായ ഹൃദയം നിങ്ങളുടെ മേൽ പകരുവാനിടയായി തീരും. എല്ലാ